തൃക്കാക്കരയപ്പനെ, ഓണത്തെ അർപ്പിക്കുന്ന തൃക്കാക്കരയപ്പനെ അതിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന അതിമനോഹരമായ കുട. മാവേലി തമ്പുരാനിതാ നടുക്ക് നിൽക്കുന്നു. ഇരു വിഭാഗങ്ങളും തൃക്കാക്കരയപ്പനെ കുറിക്കുന്ന ആ 3 രൂപങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. തൃക്കാക്കരയപ്പന് മുന്നിൽ പൂക്കളമിടുന്നു, ഓണത്തപ്പന് മുന്നിൽ പൂക്കളമിടുന്നു. ഓണത്തപ്പൻ കുട ചൂടിയെത്തുന്നു. കള്ളവും ചതിയും എള്ളോളമില്ലാത്ത നല്ല കാലത്തിന്റെ ഓർമ്മയിൽ ഇതാ തിരുവമ്പാടി ഓണത്തപ്പനെ കുടയിലേക്ക് ആവാഹിച്ചിറക്കുമ്പോൾ മാനത്തിന് കീഴെ ഓണമല്ലാതെ തന്നെ ഒരു വട്ടം കൂടി മാവേലി കടന്നു വരുന്നു. ഏതു പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചു വച്ചാലും ഇത്ര പ്രജാവത്സലനായ ഒരു ഭരണാധികാരിയെ മാറ്റി നിർത്താനാവില്ല. പാറമേക്കാവിന്റെ മറുപടി, തമ്പുരാനുള്ള പാറമേക്കാവിന്റെ മറുപടി വീണ്ടും കുങ്കുമവർണ്ണമാർന്ന കുടകളാണ്. അതിൽ ചെറിയ ചിത്രങ്ങൾ, മാനോ എന്താണെന്ന് വേഗത്തിൽ പറയാൻ കഴിയാത്ത ചെറു ഡിസൈനുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള, എനിക്ക് തോന്നുന്നു അടുത്ത ഈ മാവേലി തമ്പുരാന്റെ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പന്റെ രൂപത്തിന് അടുത്തൊരു രൂപത്തോടുകൂടിയാണ് പാറമേക്കാവ് മറുപടി വരാൻ പോകുന്നത്. സ്വർണ്ണപരാഗം വിതറിയ കുടകളുമായാണ് മറുപടി നൽകിയതെങ്കിൽ പൂക്കളം തന്നെ ആ കുടകൾ പൂക്കളമായി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ആ കുടകളെ അലങ്കരിച്ചിരിക്കുന്നത്. മാവേലി തമ്പുരാന് ഇരുവശവും തൃക്കാക്കരപ്പനെ അണിനിർത്തിയതാ ആ കുടകളും പിൻവാങ്ങി. എത്ര കുറച്ച് സെക്കൻഡുകൾ ആ കുടകളും പിൻവാങ്ങി. പകരം ഉയരുന്നത് ഹരിതവർണ്ണമാർന്ന കുടകളാണ്. അതിൽ സ്വർണത്തിന്റെ ഡിസൈനുകളാണ്, സ്വർണത്തിന്റെ വരകളാണ് ആ കുടകളിലുള്ളത്. ഇനി ഇതിനുള്ള മറുപടി, മാവേലി തമ്പുരാനുള്ള മറുപടി, തൃക്കാക്കരയപ്പനുള്ള പാറമേക്കാവിന്റെ മറുപടി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. പച്ചക്കല്ലിന്റെ മാല ധരിക്കുന്ന പത്മനാഭന്, ശ്രീ അമ്പാടിക്കണ്ണന് അത് ഇത്തവണ തിരുവമ്പാടി സമർപ്പിച്ചെങ്കിൽ തനി സ്വർണ്ണ നിറമുള്ള കുടകളുമായി പാറമേക്കാവിന്റെ മറുപടി. വീണ്ടും സ്വസ്തികാ ചിഹ്നവുമായി മഞ്ഞവർണ്ണമാർന്ന കുടകൾ ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവ്. എനിക്ക് തോന്നുന്നു സൂര്യൻ പിൻവാങ്ങുമ്പോൾ സൂര്യപ്രഭയാർന്ന കുടകളാകട്ടെ കൂടുതൽ. സൂര്യനോടുള്ള ആദരവായി ഈ ജീവനെ, ഈ പ്രാണനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന സൂര്യദേവ, അങ്ങയ്ക്കുള്ള ആദരമാണ്, അങ്ങയ്ക്കുള്ള പ്രണാമമാണ് ഈ കുടകൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂര്യപ്രഭയാർന്ന കുടകൾ ഇതാ മേൽപോട്ടേക്ക് ഉയർത്തുകയാണ്, ആകാശത്തേക്ക് ഉയർത്തുകയാണ് പാറമേക്കാവ്. ദിവിഷ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പാറമേക്കാവ് ഉപയോഗിക്കാൻ പോകുന്നത് ആ വലിയ വിഹായസിന്റെ ആ വിശാലമായ ക്യാൻവാസ് ആണ് എന്ന്. അന്തിച്ചോപ്പിനെ സാക്ഷി നിർത്തി തങ്ക കുടകൾ ഉയർത്തുകയാണ് ഇപ്പോൾ പാറമേക്കാവ്. തിരുവമ്പാടി ആ ലാൻഡ്സ്കേപ്പ്, ആ മഹത്തായ പൗരാണിക വാസ്തുശില്പ ചാരുതയെ അപ്പാടെ തിരുവമ്പാടി ഉപയോഗിക്കുന്നു. നോക്കൂ, അന്തിമാനത്തിന് തൊട്ട് താഴെ ഈ വെഞ്ചാമരത്തിന് മീതെ ആ തങ്കക്കുടകൾ, അത് പാറമേക്കാവ് തങ്ങൾക്ക് കിട്ടിയ വിഹായസിന്റെ ആ തിരുവമ്പാടി അടുത്ത കുടകൾ ഉയർത്തിയിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ തിരുവമ്പാടിയുടെ ആ പശ്ചാത്തലം, ആ ഗോപുരത്തിന്റെ നിറങ്ങളാർന്ന പശ്ചാത്തലം എത്രത്തോളം മനോഹരമാക്കാമോ ഈ കുടകളെ, അല്ലെങ്കിൽ ഈ കുടകൾക്ക് ആ ഗോപുരം എത്രത്തോളം കൂടുതൽ ഇമ്പം ഉണ്ടാക്കുന്നു, കൂടുതൽ ഗാംഭീര്യം ഉണ്ടാക്കുന്നു, കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കുന്നു. ഇതാ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്ന കുടകളാണ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ സൂര്യപ്രഭയിൽ നിന്ന് ഇവിടെ ഇതാണ് പൂക്കളത്തിനുള്ള മറുപടി. ആ പൂക്കളിൽ നിന്ന് തേന്നുകരാൻ വരുന്ന പൂമ്പാറ്റകളായി പാറമേക്കാവിന്റെ കുടകളിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നു. മാവേലി തമ്പുരാനും തൃക്കാക്കരയപ്പനും കാണുക, ഇതാ ആ പൂക്കളിൽ നിന്ന് ജീവിതത്തിന്റെ നന്മകളെ നുകരാൻ, ജീവിതത്തിന്റെ നന്മയെ നുകർന്ന മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാൻ തേനെങ്ങനെ മാധുര്യമായി മറ്റുള്ളവരുടെ നാവുകളിലേക്ക് പടർന്നിറങ്ങുന്നുവോ, ഒരു തേനീച്ച എങ്ങനെ മാധുര്യത്തെ പൂക്കളിൽ നിന്ന് മനുഷ്യരുടെ നാവുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുവോ, അതേ സൗന്ദര്യത്തോടെ ആ പൂക്കളിൽ നിന്ന് ആ തേൻ നുകരാൻ ആ പൂമ്പാറ്റകളായി പാറമേക്കാവിന്റെ ആ കുടകളുടെ നിര ആകാശത്ത് പറഞ്ഞ പോലെ സൂര്യപ്രഭയിൽ കൂടുതൽ മിന്നിത്തിളങ്ങാൻ നീലവർണ്ണമാർന്ന മഞ്ഞയും ചുവപ്പുമാർന്ന പൂമ്പാറ്റകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നു. അതിനുള്ള മറുപടി മഴവിൽ നിറത്തിലാണ് തിരുവമ്പാടി. ഇതാ വീണ്ടും ഒരു മഴവിൽ കുട ഉയർത്തിക്കൊണ്ട് ആ പച്ച പശ്ചാത്തലത്തിൽ കുടകൾക്ക് കൂടുതൽ മനോഹരമായ കാഴ്ച സമ്മാനിക്കാൻ കഴിയുക. ആ ഗോപുരം എത്ര സുന്ദരമാണ്. ഇത്രയേറെ ചരിത്രം പേർന്ന ഒരു ഗോപുരത്തിന് മുന്നിൽ ഈ പുതിയ കാലത്തിൻ്റെ തലമുറയെ ആവേശത്തിലാഴ്ത്താൻ രണ്ട് ഭാവങ്ങളാണ്. ഈ മനുഷ്യ ജീവിതത്തിൻ്റെ പുതിയ തലമുറയും പൗരാണികതയും സമ്മേളിക്കുന്ന അസുലഭ നിമിഷമാണ്. ഇവിടെ ഒന്നും പുതുമയിലേക്ക് മാത്രം പഴയതിനെ മുഴുവൻ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല നമ്മൾ പുതുമയിലേക്ക് പോയത്. പഴയതിൻ്റെ സൗന്ദര്യത്തെ, പഴയതിൻ്റെ നന്മയെ അപ്പാടെ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് പുതിയ കാലത്തേക്കും പുതിയ ജീവിതത്തിലേക്കും നമ്മൾ ചുവടുവയ്ക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കുട. പൂമ്പാറ്റകൾ പറന്നു പോകുന്നു. പൂമ്പാറ്റകൾ പറന്നു പോകുമ്പോൾ പകരം ഇരട്ടക്കുടകളാണ്
പാറമേക്കാവിന്റെ ആദ്യ ഇരട്ടക്കുട, തിരുവമ്പാടിയുടെ ഇരട്ടക്കുടക്കുള്ള മറുപടി പാറമേക്കാവ്. ഞങ്ങൾക്കും പറ്റും മാനത്തിന് കീഴെ 2 മാരിവിൽ ഒന്നിച്ചു വിരിയിക്കാൻ. അത് പാറമേക്കാവിന്റെ മറുപടി. ആ പൂമ്പാറ്റകൾ പറന്നു പോകുമ്പോൾ മാനത്ത് താഴെ ഒരുപാട് പേർക്ക് നൃത്തം വയ്ക്കാവുന്ന വിധത്തിൽ, ഏത് മയിലിനും നൃത്തം വയ്ക്കാവുന്ന വിധത്തിൽ മാരിവില്ല വിരിയിക്കുന്നു പാറമേക്കാവ്. പക്ഷേ മറുവശത്ത് തിരുവമ്പാടി. ഇതിനിടയിൽ വലിയൊരു ജനസഞ്ചയം. എത്ര ഈ കുടയ്ക്ക്, ഈ മഴവിൽ കുടയ്ക്കത തിരുവമ്പാടിയുടെ മറുപടി രൂപമാണ്. വീണ്ടും വിഘ്നേശ്വര പ്രീതി തേടിയതാ തിരുവമ്പാടി വീണ്ടും വിഘ്നേശ്വരനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അതിൽ വിഘ്നേശ്വര നീ കാത്തുകൊള്ളണമേ, ഈ ജനതയെ, ഈ ദേശത്തെ നീ കാത്തുകൊള്ളണമേ. സർവ്വവിഘ്നങ്ങളെയും അകറ്റി, സർവ്വപാപങ്ങളെയും അകറ്റി, സർവ്വ പ്രതിസന്ധികളെയും അകറ്റി, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വച്ഛതയുടെയും ലോകത്തേക്ക് ഞങ്ങളുടെ കാലടികൾ പടർന്നിറങ്ങാൻ നീ കരുത്തേകണമേ. നല്ല മനസ്സ്, തെളിമയാർന്ന മനസ്സ്, തുറന്ന കണ്ണുമായി ഈ ലോകത്തെ കാണാൻ ഞങ്ങൾക്ക് കരുത്തേകണേ വിഘ്നേശ്വര, കരുത്തേകണേ ഗണേശ, കരുത്തേകണേ മഹാഗണേശ എന്ന് പറഞ്ഞുകൊണ്ടിതാ എത്ര മനോഹരം. ആ നിറത്തിൽ ഗണപതി ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. മഹാഗണപതി വിഘ്നേശ്വരൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അമ്പാടിക്കണ്ണനും തിരുവമ്പാടിയിലെങ്കിൽ വിഘ്നേശ്വര ഈ ജന്മനാളികേരം നിന്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവമ്പാടി ഓരോ തവണയും വിഘ്നേശ്വരൻ്റെ ആ ചിത്രങ്ങൾ മാനത്തേക്ക് ഉയർത്തുന്നത്, ആനപ്പുറത്തേക്ക് കയറ്റി നിർത്തുന്നത്. അത് മറ്റൊരു സവിശേഷമായ സൗന്ദര്യാനുഭവം. അത് മറുവശത്ത് പാറമേക്കാവിനും ഇതേപോലുള്ള മറുപടികളുണ്ട്. നേരം ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു, വിളക്കുകൾ കൊളുത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ തെളിമയുള്ള ഇപ്പോഴുള്ള കുടകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറത്ത് ഇവിടെ തേക്കിൻകാട്ടിൽ നിന്ന് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത്, ഈ ഇരുണ്ട പശ്ചാത്തലത്തിൽ സന്ധ്യ മയങ്ങിയ നേരത്ത് വെളിച്ചം എത്രത്തോളം തീവ്രമായി കുടകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആ കാഴ്ചകളാണ്, ആ വെളിച്ചത്തിനനുസരിച്ചുള്ള കുടകളാണ് ഇരുവിഭാഗവും. അത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറത്തുള്ള അഗാധമായ ആഴങ്ങൾ ഈ കുടകൾ ഈ തേക്കിൻകാട്ടിൽ ഇപ്പോൾ നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ തെളിഞ്ഞ വിളക്കുകൾക്ക് ആ ഇവിടെ നൽകുന്ന കാഴ്ചാനുഭവം തീർച്ചയായും മറ്റൊന്നാണ്. നോക്കൂ, ആ പാറമേക്കാവ് ഇരട്ടക്കുടകൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ വെളുത്ത കുടകൾ ഉയരുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ ഗജവീരന്മാരെ ആലേഖനം ചെയ്ത് അതിമനോഹരമായ വെള്ളക്കുടകൾ ഉയർത്തുകയാണ്. നേരത്തെ വിഘ്നേശ്വരനെ കണ്ടു കൊതിർന്നില്ലല്ലോ വിഘ്നേശ്വര എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരട്ടക്കുടകൾ, 3 നിലയുള്ള കുടകൾ, 3 നിലകൾ, ഇരട്ടയിൽ നിന്ന് 3 നിലയുള്ള കുടകളിലേക്ക് തിരുവമ്പാടി കടന്നിരിക്കുന്നു. മത്സരം കടുക്കുകയാണ്. പാറമേക്കാവിനുള്ള മറുപടി ഇതാ തിരുവമ്പാടി നൽകുന്നത് 3 നിലയുള്ള കുടകളുമായാണ്. ഗണേശന് പിന്നാലെ അവിടെ വിരിയുന്നത്, ആ ഗോപുരത്തിന് മുന്നിൽ വിരിയുന്നത് 3 നിലകളുള്ള അതിമനോഹരം. ആ നടുക്കത്തെ കുടയുടെ സൗന്ദര്യം നോക്കി എത്ര മനോഹരമാണ്. മഞ്ഞയും പച്ചയും ചുവപ്പുമാർന്ന നിറങ്ങളിൽ ഏറ്റവും മനോഹരമായ കാഴ്ചാനുഭവം. കുടമാറ്റത്തിന്റെ യഥാർത്ഥ സമയം തുടങ്ങിയിരിക്കുന്നു. ദാരുശില്പത്തിന്റെ അന്യൂനമായ നിർമ്മാണ ചാതുരിയാണ് തെക്കേ ഗോപുരനടയെങ്കിൽ അതിന് താഴെ പല 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 തട്ടുകളായി കുടകളുടെ മറ്റൊരു നിർമ്മാണ ചാതുരിക്ക് സാധ്യതയുണ്ട് എന്ന് തിരുവമ്പാടി ഇക്കൊല്ലവും പറയുന്നു. തിരുവമ്പാടി ഇക്കൊല്ലവും പല തട്ടുകളായുള്ള ബഹുവർണ്ണ കുടകൾ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടി പറയുകയാണ്. തിരുവമ്പാടി വീണ്ടും കുട മാറ്റുന്നു. തിരുവമ്പാടി ഇത്തവണ ആ നീലക്കുടകളാണ് ഇത്തവണ തിരുവമ്പാടി ഉയർത്തുന്നത്. ആ പല തട്ടുള്ള മഴവില്ലുകൾ വേണ്ട. ഇത്തവണ നീലവർണ്ണത്തിൽ മാത്രം, ഈ വയലറ്റ് വർണ്ണത്തിൽ മാത്രം ശ്യാമവർണ്ണന്റെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഓങ്കാരത്തെ ആലേഖനം ചെയ്ത, ഓങ്കാരത്തെ മറുപടി ഇതാ നക്ഷത്രത്തിളക്കമുള്ള പാറമേക്കാവിന്റെ നക്ഷത്രത്തിളക്കമുള്ള കുടകളാണ്. മറുഭാഗത്ത് തിരുവമ്പാടി ഓമാലേഖനം ചെയ്ത കുടകൾ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ നക്ഷത്രങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഈ ഭൂലോകത്തെ നക്ഷത്രങ്ങളെ മുഴുവൻ ഒരു കുടയിലേക്ക് ആവാഹിച്ചെടുത്ത സൗന്ദര്യത്തോടെ ഇതാ പാറമേക്കാവിന്റെ കുടകൾ. മറുഭാഗത്ത് അതിമനോഹരമായ ഓങ്കാര പ്രണവ മന്ത്രത്തിന്റെ ആ ധ്വനി ഉയർത്തുന്ന കുടകളുമായി തിരുവമ്പാടി. ഒരു ശ്യാമരാത്രിയിലേക്ക്, ഒരു ശ്യാമമായ ഒരു സന്ധ്യ പിന്നിടുമ്പോൾ
പുതിയൊരു ഇരുട്ടിലേക്ക് നിറയുമ്പോൾ നക്ഷത്രങ്ങളെ, സ്വർണ്ണ നക്ഷത്രങ്ങളെ വാരി വിതറുകയായിരുന്നു. നേരത്തെ പാറമേക്കാവും തിരുവമ്പാടി വീണ്ടും മഞ്ഞപ്പട്ടുടയാടെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവമ്പാടി വീണ്ടും കുടമാറ്റുന്നു. തിരുവമ്പാടി പുതിയ കുടകൾ തിരുവമ്പാടി ഇറക്കുമ്പോൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അത് മറ്റൊരു നിറച്ചാർത്താണ്. പിന്നിൽ തെളിയുന്ന നിറങ്ങൾക്കനുസരിച്ച് മുന്നിലെ കുടകളിൽ എത്രത്തോളം പ്രതിഫലിക്കും ആനന്ദങ്ങൾ, എത്രത്തോളം പ്രതിഫലിക്കും സൗന്ദര്യങ്ങൾ, എത്രത്തോളം അത് മനസ്സിനെ ഉത്തേജിപ്പിക്കും. അത് തിരുവമ്പാടി പറയുമ്പോൾ പാറമേക്കാവിനും മറുപടിയുണ്ട്. പാറമേക്കാവ് വീണ്ടും പാറമേക്കാവിന്റെ മറുപടി ദേവീ രൂപത്തെയാണ്. പാറമേക്കാവമ്മ ദേവീ രൂപമല്ലാതെ മറ്റെന്ത് പറയാൻ? പാറമേക്കാവമ്മ വളരെ കൃത്യമായി നിറഞ്ഞു നിൽക്കുകയാണ്. പാറമേക്കാവമ്മ പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുകയാണ് തിരുവമ്പാടിക്കുള്ള മറുപടി. പാറമേക്കാവിലമ്മ ഗജവീരന്മാരുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ ദേവീദേവന്മാരെ കാണാൻ കിട്ടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു ദേവസംഗമമാണ്. ഈ കുടമാറ്റം ഒരു ദേവസംഗമമായി മാറി. ഒരുപക്ഷെ കുടമാറ്റം എന്ന പേര് മാറ്റി ദേവസംഗമമാകുന്ന ഒരു കാലത്തേക്ക് നമ്മൾ ചൂടുവെക്കുന്നു എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്രയും അതിമനോഹരമായ കലാരൂപങ്ങളെ, കാഴ്ചകളെ സമ്മാനിക്കാൻ ഈ കുടമാറ്റത്തിന് കഴിയുന്നു. കുടകളിൽ നിന്ന് തുടങ്ങി അത് രൂപങ്ങളിലേക്കും ഭാവങ്ങളിലേക്കും മനോഹരമായ കാഴ്ച. ഈ ജന്മത്തെ സാർത്ഥകമാക്കുന്ന ഒരു കാഴ്ചയുണ്ടെങ്കിൽ അത് ഇതാണ്. ഈ ജനക്കൂട്ടത്തെ ഇരുവശത്തും, രണ്ട് വശത്തും ഭഗവതിമാർക്ക് നടുവിൽ ഈ അവർ വിരിയിക്കുന്ന കുടകൾ, അവർ വിടർത്തുന്ന കുടകൾ, ആ പല നിറങ്ങളിലുള്ള കുടകൾ, ഈ മനുഷ്യന്റെ ആ പല നിറങ്ങളിലുള്ള കുടകൾ ഈ മനുഷ്യന്റെ അനുഭവങ്ങൾ തന്നെയാണ്. നോക്കൂ, എത്ര മനോഹരമായ ദൃശ്യമാണ്, എത്ര മനോഹരമായ കാഴ്ചയാണ്. തേക്കിൻകാട്ടിൽ ഒരു പൂവിടരുന്നത് പോലെ, ഒരു നക്ഷത്രം ഉതിർന്നു വീഴുന്നത് പോലെ തേക്കിൻകാട്ടിൽ ഇതൾ വിരിയുന്നത്. വീണ്ടും തിരുവമ്പാടി ഇതാ രൂപങ്ങളിലേക്ക് കിടക്കുകയാണ്. നേരത്തെ തിരുവമ്പാടി കണ്ണനാണോ ആ വിളയുന്നത്? തിരുവമ്പാടി കണ്ണ, ഉണ്ണിക്കണ്ണ. ഇതാ തിരുവമ്പാടി കണ്ണൻ, ഇതാ പുല്ലാങ്കുഴലുമായി തിരുവമ്പാടി കണ്ണനും തിരുവമ്പാടി ദേവിയും. അങ്ങനെ രണ്ട് സങ്കല്പങ്ങൾ. അങ്ങനെ തിരുവമ്പാടി ക്ഷേത്രം എന്തിനൊക്കെയാണോ, എത്ര മനോഹരമായ കാഴ്ചകൾ. ഗോവർദ്ധനഗിരി കുടയായി ചൂടിയ ഗോപബാലൻ ഇതാ തേക്കിൻകാട്ടിൽ. ഇതാണ് നേരത്തെ പറഞ്ഞത്, നിറച്ചാർത്തിന് പുതിയ സാങ്കേതിക വിദ്യയെ എത്രത്തോളം മെരുക്കിയെടുക്കാമോ അത് സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഭാവമാക്കി രണ്ട് ഭാവങ്ങളെയാണ്. ഏറ്റവും നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ബാലഭാവത്തിൽ ഉണ്ണിക്കണ്ണൻ നിൽക്കുമ്പോൾ മറുഭാഗത്ത് രൗദ്രയാണ്, ഭദ്രകാളി രൂപത്തിലാണ് ദേവി. ദിവിഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈഷ്ണവ സങ്കല്പത്തിലനുസരിച്ച് കൃഷ്ണൻ എന്ന് പറയുന്നത് ചലനത്തെ നിയന്ത്രിക്കുന്ന ദേവനാണെങ്കിൽ ദേവിയാണ് ഗതി പ്രദാനം ചെയ്യുന്നത്. ദേവിയുടെ കൂടി സങ്കല്പമില്ലാതെ കൃഷ്ണനില്ല വൈഷ്ണവ സങ്കല്പപ്രകാരം. എന്തായാലും ഇവിടെ ആ അമ്പാടിക്കണ്ണനെ അവതരിപ്പിക്കുമ്പോൾ, അമ്പാടിക്കണ്ണൻ തേക്കിൻകാടിൽ അവതീർണനാകുമ്പോൾ ദേവിയൊപ്പമുണ്ട്, യോഗമായയുണ്ട്. അത് വളരെ ഏറ്റവും വലിയ ഈ പൂരം എന്ന ഐതിഹ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആധാരശിലയെ എത്ര മനോഹരമാണ്. നേരത്തെ നമ്മൾ കണ്ട അർദ്ധനാരീശ്വര സങ്കല്പത്തെ കണ്ടതുപോലെ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ആരാധിക്കുന്ന ദേവീ ദേവതാ സങ്കല്പങ്ങളിൽ ഒരുപോലെ വണങ്ങുന്ന അമ്മയപ്പ എന്ന് വിളിക്കുന്ന ശിവശക്തി സ്വരൂപത്തെ പോലെ ഇവിടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഹൃദയത്തെ ഇത്ര ഏറെ ചേർന്ന് പാറമേക്കാവ്. അതിനുള്ള മറുപടി ഉണ്ണിക്കണ്ണനും കാളീരൂപത്തിനുമുള്ള തിരുവമ്പാടിയുടെ അതിനുള്ള മറുപടി പാറമേക്കാവ് തെളിയുന്നിതാ. വീണ്ടും അതിമനോഹരമായ ചിത്രം ആലേഖനം ചെയ്ത കുടകളാണ്. അതും ഒരു ദേവീ സങ്കല്പം തന്നെയോ എന്ന് തോന്നിപ്പോകും വണ്ണമാണ്. തിരുവമ്പാടി കണ്ണനും ഭദ്രയ്ക്കുമുള്ള പാറമേക്കാവിന്റെ മറുപടി വീണ്ടും ദേവീ രൂപത്തെ ആലേഖനം ചെയ്ത, ദേവീ മുഖത്തെ ആലേഖനം ചെയ്ത കുടകളാണ്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ. സൂര്യൻ പിൻവാങ്ങി ഇവിടെ സജ്ജീകരിച്ച ആ വർണ്ണപ്രഭയിൽ തിളങ്ങുകയാണ് ഓരോ കുടകളും, ഓരോ
രൂപങ്ങളും ഈ പുരുഷാരമൊന്നാകെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി എത്ര മണിക്കൂറുകളായി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എത്ര ദിവസമായി, ഒരുപക്ഷെ മിനിങ്ങാന്ന് മുതൽ ഇവിടെ എത്തി തമ്പടിച്ചിരിക്കുന്ന ആളുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഈ പൊരിഞ്ഞ വെയിൽ, ഇന്നലെ കടുത്ത മഴ, ഇടി, മിന്നൽ, അങ്ങനെ പ്രകൃതി ഏതൊക്കെ നിലയിലാണോ നമ്മളോട് പല വിധത്തിൽ കലഹിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തത്, പക്ഷേ ആ കലഹത്തെയും സ്നേഹത്തെയും ഒക്കെ ഒരൊറ്റ മനസ്സോടെ ഏറ്റുവാങ്ങി പ്രകൃതിയാണ് ദൈവം, പ്രകൃതിയിലാണ് ദൈവചൈതന്യം, പ്രകൃതിയാണ് ചൈതന്യം, അതിലാണ് നമ്മുടെ സ്പന്ദനവും പ്രാണനും എന്ന തിരിച്ചറിവാണ് ഓരോ ഉത്സവവും നമുക്ക് നൽകുന്നത്. ഇതാ വീണ്ടും വീണ്ടും സ്കന്ദൻ നമ്മുടെ സുബ്രഹ്മണ്യനെ മയിൽ വാഹനനായി എത്തുകയാണ്. വളർത്തിയ കാർത്തികേയൻ ഇതാ, ഒരുപാട് അമ്മമാർ വളർത്തിയ കൃതികകൾ വളർത്തിയ കാർത്തികേയൻ, ബാഹുലേയൻ, പഴനിയാണ്ടവൻ, വേലായുധൻ ഇതാ പാറമേക്കാവ് ഉയർത്തി വച്ചിരിക്കുന്നു. പാറമേക്കാവ് നേരത്തെ ഉമാമഹേശ്വരനെ കൊണ്ടുവന്നു, ഗണപതിയെ കൊണ്ടുവന്നു. ഒരിക്കൽ കൂടി കാർത്തികേയനെ അവതരിപ്പിച്ചത് സ്കന്ദനെ അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിരുന്നു. ഗോപുരനടയിലേക്കുള്ള ആ ദൃശ്യങ്ങൾ നോക്കൂ. ഈ കാർത്തികേയൻ ഇവിടെ വരുമ്പോൾ മറ്റെന്ത്, ഇതിന് മറുപടി എന്നല്ല, ഇതിനെ എങ്ങനെ പൂരിപ്പിക്കുന്നു, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരു തിരുവമ്പാടി പാറമേക്കാവിന് മറുപടി പറയുന്നു പറയുന്നത് അനുചിതമാണ്. ഇവിടെ തിരുവമ്പാടി പാറമേക്കാവിനെ പൂരിപ്പിക്കുകയാണ്. പാറമേക്കാവ് തിരുവമ്പാടിയെ പൂരിപ്പിക്കുകയാണ്. ഈ രണ്ട് ചൈതന്യങ്ങളും ചേർന്ന് മനുഷ്യന് മുന്നിൽ പുതിയൊരു കവിത വിരിയുന്നു. രണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും ചേരുമ്പോൾ മറ്റൊരു മഹാസൗന്ദര്യത്തിന്റെ ആലക്തികദ്യുതി മനുഷ്യരിലേക്ക് പടരുന്നു.